നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ IPO വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ പോയിട്ട് IPO അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ആ കമ്പനീനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല, IPOനെ കുറിച്ച് തന്നെ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഓൾസോ ഇനിയിപ്പോൾ ഈവൻ വേഴ്സ്, നിങ്ങളുടെ ലിസ്റ്റിംഗ് വരും ചെയ്തു, നിങ്ങൾക്ക് ലോസ് ആവും ചെയ്തപ്പോഴും നിങ്ങൾ ഡൗൺ ആയി. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക്കായിട്ട് മാറുന്ന ഒരു സിനാറിയോ. ആ കേസിൽ അവരുടെ ഷെയർസ് നമ്മൾ പബ്ലിക്സിൻ്റെ ഇടയിലോട്ട് ഇറക്കി വിടും, ലൈക്ക് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ ബി എ പാർട്ട് ഓഫ് ദെയർ കമ്പനി. കമ്പനീസ് IPO വെറുതെ ലോഞ്ച് ചെയ്യില്ല. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫണ്ട് റൈസിങ് ആവും. ആ ഫണ്ട് അവർ കമ്പനീൻ്റെ ഓരോ റിക്വയർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യും. ലൈക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, അവരുടെ ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പുതിയ പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, പിന്നെ ഒന്ന് അവർ ഏർലി ഇൻവെസ്റ്റേഴ്സിനെ ഫ്രീ ആക്കാൻ. പിന്നെ ഈ IPO എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് സ്റ്റോക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ കമ്പനീൻ്റെ പാർട്ട് മേടിക്കാനുള്ളൊരു അവസരമാണ്. ആ സമയത്ത് ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ IPOയും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവണമെന്നില്ല. കാരണം നമുക്ക് ആ കമ്പനീൻ്റെ ബിസിനസ്സും സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ IPO ചൂസ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. ലൈക്ക് ലിസ്റ്റിംഗ് ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ IPO അപ്ലൈ ചെയ്യുമ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ നിന്ന് നോക്കിയിട്ട് മാത്രമല്ല, നിങ്ങൾ ആ കമ്പനീനെ കുറിച്ച് അറിഞ്ഞ ശേഷം മാത്രം IPOയിൽ അപ്ലൈ ചെയ്യുക.